കോടിയിൽ 75 കോടിയും നിസ്കാരം അവിടെ നിൽക്കട്ടെ, അത് ഏതായാലും നടത്താൻ പറ്റിയതല്ല, അത് തീരുമാനിച്ചു. 125 പേരാണ് കഷ്ടി നിസ്കരിക്കുന്നത്. അത് തന്നെ പറഞ്ഞ മാതിരി നിസ്കരിക്കാൻ കഴിയും. പറഞ്ഞ മാതിരി നിസ്കരിക്കാൻ കഴിയോ? 5 നേരം ബാങ്ക് കൊടുത്താൽ, ബാങ്ക് കേട്ടാൽ പള്ളിയിൽ പോകണം. ബാങ്ക് കേൾക്കാതിരിക്കുമോ? സ്പീക്കർ വെച്ചിട്ടല്ലേ ബാങ്ക് കൊടുക്കുന്നത്? കേട്ടവരൊക്കെ പള്ളിയിൽ പോകണം. അല്ലെങ്കിൽ വീട് കൊള്ളിയേക്കുന്ന ബുഹറേറ പറഞ്ഞത്, ബുഹാരിയിലും മുസ്ലിമില്ല, വീട് കൊള്ളി വെച്ചിട്ട് ചാമ്പലാക്കി വിടണം. അപ്പൊ ബാങ്ക് കേട്ടാൽ ഉടനെ പള്ളിയിൽ പോകണം. എത്ര നേരം? 5 നേരം പോകണം. 5 നേരം ബാങ്ക് കേട്ടാൽ എല്ലാവരും പള്ളിയിൽ പോകണം. ഓരോ മഹല്ലത്തുകാർക്കുള്ള നിർബന്ധ നിയമം അതാണ് എന്ന് ബുഹാരി മുസ്ലിമിന്റെ ഹദീസിൽ കൂടി പഠിപ്പിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഈ ലോകത്തുണ്ടോ? ഒരു മഹല്ലുകാരും ഒരു സംഘടനക്കാരും ഒരു ഗ്രൂപ്പുകാരും കാണൂല. പുരോഹിത ഗ്രൂപ്പ് ആണ് ഇപ്പൊ വലിയൊരു കൂട്ടർ നിസ്കാരം കെട്ടിത്താങ്ങി നടക്കുന്ന ആൾക്കാർ. നിസ്കാരത്തിനെ കളിയാക്കാന്ന് വിചാരിക്കരുത്, അവരുടെ നിസ്കാരത്തിനാണ് ഞാൻ കളിയാക്കുന്നത്. അവരുടെ നിസ്കാരം കളിയാക്കേണ്ടതാണ് ഇവിടെ പറഞ്ഞുതരാം. അള്ള പറഞ്ഞ നിസ്കാരം എല്ലാം നിസ്കരിക്കണത്, നബി പറഞ്ഞതുമല്ല. അപ്പൊ അവരുണ്ടാക്കിയൊരു നിസ്കാര കണക്കനുസരിച്ച് അതിന് കെട്ടിത്താങ്ങി നടക്കുന്ന കൂട്ടരവര്. അവര് നിലനിർത്തോ 5 നേരം? അവര് നിലനിർത്തൂല. അവര് നിലനിർത്തണ എന്ത് വേണമെന്ന് അറിയോ? ശരിക്ക് പൈസ കൊടുക്കും. പൈസ എണ്ണി 30-ാം ദിവസം പൈസ കൊടുക്കുവോ? എന്നാൽ ഇന്ന് ലോകത്തുള്ള 15 ലക്ഷം പള്ളികളിൽ 15 ലക്ഷം മുസ്ലിംമാർ ബാങ്ക് കൊടുക്കും, 15 ലക്ഷം മുസ്ലിംമാർ നിസ്കരിക്കും ചെയ്യും. 2000 കോടി റുപ്യ കൊല്ലം എണ്ണി തീർത്താണ്ട് കൊടുക്കണം 15 ലക്ഷം പള്ളിയിലേക്ക്. അത് ചെയ്തിട്ട് ആ പൈസ കൊടുത്തിട്ടില്ലെങ്കിലോ ഒരൊറ്റ കുട്ടി അവരും ഈ 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ തയ്യാറില്ല. ഇതാണ് സത്യം. അപ്പോ ഇങ്ങനത്തെ ഇടങ്ങറ് പിടിച്ച് അവർക്ക് പോലും ചെയ്യാൻ പറ്റാത്തൊരു പണി നമ്മളോട് ചെയ്യാൻ പറഞ്ഞാൽ കാര്യം കുറച്ച് ഗൗരവമുള്ള കാര്യമില്ലേ? എന്നാ അത് 5ഓ 10ഓ ചെയ്യാം. ചെയ്യുന്നത് മുഴുവൻ അള്ളാനെ കളിയാക്കുക, അള്ളാനെ കുതിര കയറുക, ഇതിനെ ചീത്ത പറയാ, ഇതൊക്കെ പറഞ്ഞാൽ അന്ന് വിടുവോ? അതൊക്കെ പറഞ്ഞാൽ അന്ന് വിടുവോ? അത് വിടൂല. അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമസ്കരിക്കുമ്പോൾ അത് അള്ളാഹുവിനോട് ഭക്തിയും ബഹുമാനവും ആദരവും ഒക്കെ കാണിക്കുന്നൊരു നമസ്കാരാവണ്ടേ? എന്നെങ്കിലല്ലേ അള്ളാഹിന് പ്രതിഫലം തരുള്ളൂ. ഇത് തുടങ്ങിയാൽ കുരുത്തക്കട. ആദ്യം തന്നെ അള്ളാഹുവിന് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ബിസ്മില്ലാഹി. ബിസ്മില്ലാഹി ബിസ്മില്ലാഹി കൊണ്ട് തുടങ്ങണം. ഒക്കെയാണ് അള്ള പറഞ്ഞേൽപ്പിച്ചതാ. ഓത്ത് തുടങ്ങാന്ന് പറഞ്ഞാൽ പിന്നെ പറയാനില്ല. യഖ്റഇ ബിസ്മി, ആദ്യത്തെ ആയത്ത് തന്നെ അതാ. യഖ്റഇ ബിസ്മി റബ്ബിക, നിന്റെ നാഥന്റെ ബിസ്മിൻ ചൊല്ലിയിട്ട് അങ്ങോട്ട് ഓതിക്കാളേന്ന് അള്ള തുടക്കത്തിലേ പറഞ്ഞു. ഈ ലോകത്തേക്ക് ഖുർആൻ അവതരിച്ച ആദ്യ ഘട്ടത്തിൽ തന്നെ അള്ള പറഞ്ഞതാ. എന്നാൽ യഖ്റഇ ബിസ്മി എന്ന് പറയുമ്പോ ഖുർആൻ ഏറ്റവും വലിയ വായന ഖുർആനല്ലേ, മുന്തിയ വായന. ആ ഖുർആൻ ഓതുമ്പോ പിന്നെ ബിസ്മി വേണമെന്നുള്ളത് പറയാനുണ്ടോ? പറയാനില്ല. ഇനി കാണണോ? കണ്ടോളൂ. 114 പ്രാവശ്യം അള്ളാഹ് പറഞ്ഞോളൂ. 114 പ്രാവശ്യം ബിസ്മി ചെല്ലേണ്ട കോലം ഒരേ സ്വരത്തിൽ ഒരേ അക്ഷരത്തിൽ 114 സ്ഥലത്ത്, 113 സൂറത്തിൽ 114 സ്ഥലത്ത് ബിസ്മിണ്ട്. അപ്പോ അങ്ങനൊക്കെ അള്ളാഹു ഇത്രയും പുണ്യത്തോടുകൂടി ഗൗരവത്തോടുകൂടി പരിഗണനയോടുകൂടി അവതരിപ്പിച്ച ഈ ബിസ്മി നമസ്കരിക്കാൻ നിന്നാൽ ഒരൊറ്റ പള്ളിയിലും അതുറക്കെ ചൊല്ലിപ്പോവരുത്. ഇസ്ലാമിന്റെ മുദ്രാവാക്യമാണ്, ഓരോ മുസ്ലിമിന്റെയും മുദ്രാവാക്യമാണ് ബിസ്മി. അള്ളാഹുവിന്റെ പ്രധാന വിശേഷണം അതിലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് പ്രഖ്യാപിക്കാനാണ് എല്ലാ പള്ളികളിൽ നിന്നും, 15 ലക്ഷം പള്ളികളിൽ നിന്നും 100 കോടി മുസ്ലിങ്ങളുടെ 300 കോടി മുസ്ലിങ്ങളും അത് പ്രഖ്യാപിക്കേണ്ടതാണ്. പിന്നെന്താ പറയണമെന്നറിയോ? അബൂ ഹുറൈറന്റെ ആൾക്കാരെന്താ പറയുന്നറിയോ? ബിസ്മി ഏതായാലും ഉറക്കച്ചില്ല എന്നുള്ള പരിപാടി നമുക്ക് പറ്റൂല. അത് നിങ്ങളുടേതായ ഒരു സംസ്കാരം. ആരുടെ? ഇസ്ലാമിന്റെ. അത് മാത്രം മദീനത്തെ പള്ളിയിലോ മക്കത്തെ പള്ളിയിൽ നിന്ന് പോലും ബിസ്മി ഉറക്കെ പറയുന്നത് കേൾക്കാൻ പാടില്ല. അഥവാ ചെല്ലുകയാണെങ്കിൽ പതുക്കെ ചെല്ലിക്കോ, ചെല്ലാതിരിക്കുക വേണ്ടത്. കാരണം അവിടെ വേറെ ചെല്ലേണ്ട ചില ദിക്റൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അബൂ ഹുറൈറ. അതുകൊണ്ട് ബിസ്മി ചെല്ലാതിരിക്കുക വേണ്ടത്. അഥവാ നീ ചെല്ലുകയാണെങ്കിൽ പതുക്കെ ചെല്ലണം എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ എന്താ ഇത്, നമ്മൾ ഭൂരിഭാഗം ആളുകളും ബിസ്മി സ്വീകരിച്ചിട്ടില്ല, അയാളുടെ ഉപദേശം സ്വീകരിച്ചിട്ടില്ല. എന്നാൽ സൗദി അറേബ്യയിൽ എവിടെയെങ്കിലും ബിസ്മി ഉറക്കെ ചെല്ലാൻ പാടുണ്ടോ? സൗദി അറേബ്യയിൽ നിന്ന് പണം കിട്ടുന്ന ആൾക്കാർക്ക് ബിസ്മി ചെല്ലാൻ പാടുണ്ടോ? ഒരു വർഗവിദ്വേഷം കൊണ്ട് പറയാമെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇവിടെ പണ്ട് മുജാഹിദ് മൗലവിമാരൊക്കെ സാധാരണ എനിക്ക് ധാരാളം പരിചയമുണ്ട്. മുജാഹിദ് മൗലവിമാർ നേതാക്കന്മാരൊക്കെ ധാരാളം പരിചയപ്പെട്ട ആളാണ് ഞാൻ. അവർ ബിസ്മി ഓതി, അബ്ദുൽ ലത്തീഫ് മൗലവി, അലവി മൗലവി, MCC അബ്ദുറഹ്മാൻ മൗലവി, കെ മൗലവി, ഇവരൊക്കെ നിസ്കരിക്കുമ്പോ ഫാത്തിഹ ഓതും, ആദ്യം ബിസ്മിയൊക്കെ ജോറായിട്ട് ഓതും. ഉറക്കെ ഓതിയിട്ട് തന്നെയാണ് അൽഹംദുലില്ലാഹി തുടങ്ങുള്ളൂ.
പക്ഷെ അന്ന് സൗദി അറേബ്യയിൽ നിന്ന് പണം വരണില്ല, റാബിത്തന്റെ തുക അങ്ങോട്ട് വരണില്ല, ഇവിടെ റാബിത്തക്കാരോട്ട് വരണമില്ല. അപ്പൊ ബിസ്മിക്ക് യാതൊരു കേടുണ്ടായിരുന്നില്ല. റാബിത്തക്കാര് പണം തന്നിട്ട് പള്ളി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോ അതിന്റെ ഉദ്ഘാടനത്തിന് അവിടുന്ന് ബിസ്മി കെട്ട റാബിത്തക്കാരൻ ഉദ്ഘാടനത്തിന് വന്ന അയാള് ബിസ്മി ചെല്ലൂല. പിന്നെ പിറ്റത്തെ കൊല്ലം വരും ചിലപ്പോ. അപ്പൊ ഇവിടെ ഉള്ളവർക്കും ചെല്ലാൻ വയ്യ. എന്നാ കൊല്ലത്തിലൊരിക്കൽ ബിസ്മി ഇല്ലാതാക്കിയാൽ മതി. അപ്പൊ പിന്നെ ആൾക്കാർ ചോദിക്കൂലേ. അപ്പൊ ഒട്ടാകെ ബിസ്മി ആണ്ട് കെട്ടാളാന്ന് തീരുമാനിച്ചു. ആര്? നദ്വത്തുൽ മുജാഹിദിന്റെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ. ഇത് ഗുരുതരമായ ആരോപണമാണ്, അന്വേഷിക്കണം. ഗുരുതരമായ ആരോപണമാണത്, അന്വേഷിക്കണം അതിനെ സംബന്ധിച്ച്. അപ്പൊ റാബിത്തക്കാരുടെ പണം കിട്ടിയപ്പോ ബിസ്മി കെട്ടുക എന്ന് വന്നാൽ കാര്യം ശരിയാവൂല. പിന്നെ അവിടുന്ന് തുടങ്ങി കുരുത്തക്കെടു. അഴുതി ഏതെങ്കിലും കാലത്ത് ഉറക്കം ഓതും, ആരും ഓതൂല, ആരും അഴുത് ഓതൂല. ഖുർആനോത്ത് തുടങ്ങിയാൽ അത് ആരംഭിച്ചാൽ അള്ളാഹുവിൽ ശരണം പ്രാപിച്ചുകൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നൊന്ന് പറഞ്ഞാളേ എന്ന് പറഞ്ഞു. ചെല്ലൂല. വാദ് പറയാൻ 100 വാദ് അന്ന് മുതൽക്ക് പറയാനുണ്ടെങ്കിൽ 100 സ്ഥലത്തും വാക്കോതും അഊദും ബിസ്മിയും ഒക്കെ ഉണ്ടാവും. പള്ളിയിൽ കയറിയ അഊദും ഇല്ല, ബിസ്മില്ല. കുരുത്തക്കെട്ടിന്റെ അറ്റം നോക്കണം, അഊദും ഇല്ല, ബിസ്മില്ല. എന്നാൽ അങ്ങനെ ശൈത്താനുർ റജീമായ ഒരു ദജ്ജാലാണ് ഇബ്ലീസ്. അവനെപ്പറ്റി അഊദു ചെല്ലാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞത് കേട്ടില്ല. പക്ഷേ വേറൊരു ദജ്ജാലുണ്ട് നമ്മൾക്ക്. ആ ദജ്ജാലിനെ പറ്റി അഊദു ഓതണം, അത് നിർബന്ധമാണ്. എന്താ? ഉമ്മീ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. എന്താ അതിന്റെ അർത്ഥം? പെരുങ്കള്ളനായ ഈസാ നബിന്റെ ഫിത്നയെന്ന് കാക്കണം എന്നാണ്. അപ്പൊ അഊദു നന്നായി. അള്ളാഹ് പറഞ്ഞ അഊദു തൊട്ട് ഓതിയില്ല. പെരുങ്കള്ളനായ ഈസാ നബി എന്നും പറഞ്ഞിട്ടൊരു അഊദു ഓതും ചെയ്തു. അതെവിടെ? നിസ്കാരത്തിന്റെ അവസാനം. അതുവരെ എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി അതിൽ കൂടി അത് കത്തിപ്പോണം. അത്ര ഗുരുത്തം കെട്ട ഒരു വാചകം അവസാനം ഘടിപ്പിച്ചു. പിന്നെ ബിസ്മി നിസ്കാരത്തിൽ ചെല്ലാൻ പാടില്ലെങ്കിലും ഒരു ആമീനുണ്ട്. ആരുടെയാണത്? ഇതൊക്കെ അതിൽ പറഞ്ഞ പ്രശ്നങ്ങൾ വരികയാണ്. പ്രശ്നങ്ങൾ നമസ്കാരത്തെ സംബന്ധിച്ച് തന്നെയാണ് കാര്യമായിട്ട് സംസാരിക്കാനുള്ളത്. അതിലുള്ള സംശയങ്ങൾ തീരും വേണം. നിങ്ങളൊക്കെ വന്നതും വളരെ ദൂരത്ത് നിന്ന് എത്തിച്ചേർന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാം. ഇതൊക്കെ വന്നത് ഇത് ഗുരുതരമായ പ്രശ്നമാണെന്ന് മൗലവിമാർക്ക് ഗുരുതരം തന്നെയാണ്. പക്ഷെ ഗുരുതരാണെന്ന് ഇപ്പൊ സമ്മതിക്കായ്യ. പക്ഷെ നമ്മൾക്കിത് ഗുരുതരം. നമ്മൾ ബിസ്മി ഓതണോ ഓതണ്ടേ, അഊദ് ഓതണോ ഓതണ്ടേ, ആമീൻ ചെല്ലണോ ചെല്ലണ്ടേ, ഇതൊക്കെ നിത്യം ചെയ്യുന്നതാകുമ്പോൾ നമ്മൾക്കത് അറിയണം. അത് നിർബന്ധമായ കാര്യം. ആമീന എവിടെ ഉള്ളതാ? ഈ ആമീൻ ആരുണ്ടാക്കിയതാ? ഇതെന്ന് ചോദിക്കുക, ധൈര്യമായിട്ട് ചോദിച്ചോളൂ. ഈ ആമീൻ ആരുണ്ടാക്കിയതാ? അറബി ഭാഷയിൽ ആമീൻ എന്നൊരു പദമില്ല. അറബി ഭാഷയിലില്ല. ഹീബ്രു ഭാഷയാണ്. ചില സുരിയാനി എന്നും പറയുന്നുണ്ട്. എന്തെയോ ആയിക്കോട്ടെ, അറബിയിലില്ല. അറബിയിൽ ഉണ്ടോ ഇല്ല നമുക്ക് ഖുർആൻ നോക്കിയാലാണ് തീരുമല്ലോ. ഖുർആൻ അറബിയല്ലേ. ഇത്രയും മുന്തിയ ഒരു ആമീൻ കോടാനുകോടി മുസ്ലിമീങ്ങൾ നിത്യം ചെല്ലേണ്ട ഒരു ആമീൻ അള്ളാഹ് ചെല്ലാൻ പറഞ്ഞാൽ പിന്നെ അറബിയാരും വേണ്ട, അനറബിയാരും വേണ്ട, ചെല്ലേണ്ടത്